അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അദ്ദർസു സാനി, രണ്ടാം പാഠം, 5-ാം ക്ലാസ്, ലിസാനുൽ ഖുർആൻ. വിഷയം: ഒരു കുട്ടി ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഉറങ്ങിയ കുട്ടി ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ആ കുട്ടി ഉണരുന്നത് ഒരു യഥാർത്ഥ മുസ്ലിം കുടുംബത്തിലെ മുസ്ലിം ശിക്ഷണത്തിൽ വളരുന്ന ഒരു കുട്ടി എങ്ങനെയാണ് ആ കുട്ടി ഉണരുന്നത് എന്നതാണ് ഈ പാഠം വരച്ച് കാണിക്കുന്നത്. ഇതാ നോക്കുക. നിങ്ങളുടെ ബുക്കിൽ നോക്കിയിട്ട് അർത്ഥങ്ങൾ ഇതുപോലെ കേട്ട് പഠിക്കുക. യഖില ജുനൈദ് ഉണർന്നു മിനൻ നൗമി, ഉറക്കിൽ നിന്ന്. മുബക്കിറൻ, നേരത്തെ തന്നെ ഉണർന്നു. അപ്പോൾ എങ്ങനെ ഇപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ ഏതാണ് ഉണരുന്ന നേരത്തെ? ഖബിലൽ ഫജ്റിന് മുമ്പ് എന്ന് പറയുമ്പോൾ അത് സൂര്യൻ ഉദിക്കുന്ന മുമ്പ് എന്നല്ല, പ്രഭാതത്തിന് മുമ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ പ്രഭാതം എന്ന് പറയുന്നത് കൊണ്ട് പലരും ഉദ്ദേശിക്കുന്നത് സൂര്യൻ ഉദിക്കലാണ്. എന്നാൽ സൂര്യൻ ഉദിക്കൽ പ്രഭാതമല്ല. അത് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ 1.5 മണിക്കൂർ 2 മണിക്കൂർ 1.5 മണിക്കൂർ മുമ്പൊക്കെ ഉണ്ടാകുന്നതാണ് ഫജ്ർ ഉദിച്ചാൽ അപ്പോൾ സുബ്ഹി ബാങ്ക് കേൾക്കും. അപ്പോൾ ആ സുബ്ഹി ബാങ്ക് കേൾക്കുന്നതിന് മുമ്പാണ് ഈ കുട്ടി ഉണർന്നിട്ടുള്ളത്. അപ്പോൾ ആ വീട്ടിലുള്ളവർ ഈ സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഉണരാറുണ്ടായിരിക്കും. കുട്ടിയുടെ ബാക്കിയുള്ളവർ അവർ തഹജ്ജുദ് നിസ്കരിക്കാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ട് എഴുന്നേൽക്കുന്നുണ്ടായിരിക്കും. കാരണം പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നല്ല ഫലം ഉള്ള ടൈമാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഖബിലൽ ഫജ്റിന് മുമ്പ് കുട്ടി ഉണർന്നിട്ട് എന്താണ് കുട്ടി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വഖാല കുട്ടി പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ. കുട്ടി പറഞ്ഞത്, സർവസ്തുതിയും അള്ളാഹുവിനാണ്, എന്നെ ജീവിതത്തിലേക്ക് ഉറക്കമാകുന്ന മരണത്തിൽ നിന്നും എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും. അപ്പോൾ എന്താണ്? അൽഹംദുലില്ലാഹി, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ അഹ്യാനി, എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന, എനിക്ക് വീണ്ടും ജീവിതം നൽകിയ അല്ലെങ്കിൽ എന്നെ ജീവിപ്പിച്ച അള്ളാഹുവിനിക്കാണ് സർവസ്തുതിയും. ബഅദമാ അമാതനി, ഉറക്കമാകുന്ന മരണത്തിന് ശേഷം എന്നെ ജീവിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നാണ് ആ കുട്ടി പറഞ്ഞത്. ബഅദ എന്ന് പറഞ്ഞാൽ ശേഷം. അതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു മിന എന്ന് പറഞ്ഞാൽ എന്താണ്? മിനൻ നൗമി, ഉറക്കിൽ നിന്ന്. ആ മിന എന്ന് പറയുന്ന വാക്ക് എല്ലായിടത്തും ആവർത്തിക്കില്ല. അപ്പോൾ മിന എന്ന് പറയുന്ന വാക്ക് എന്തിന് ഉപയോഗിക്കുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ നിന്നൊക്കെ പറയുന്ന ആ നിന്ന് എന്ന് പറയുന്ന വാക്കാണത്. അതിൽ നിന്ന്. അപ്പോൾ ഉറക്കിൽ നിന്നാണ് കുട്ടി എഴുന്നേൽക്കല്ല, കുട്ടി ഉണർന്നിട്ടുള്ളൂ. എഴുന്നേറ്റ് ഇരുന്നിട്ടില്ല കേട്ടോ. കുട്ടി ഉണർന്നു, അല്ലെങ്കിൽ എഴുന്നേറ്റു, ഉറക്കിൽ നിന്ന് നേരത്തെ ഉണർന്നു എന്നാണ് പറയേണ്ടത്. എഴുന്നേൽക്കല്ല ചെയ്തിട്ടുള്ളത്, ഉണർന്നിട്ടുള്ളൂ കുട്ടി. എന്നിട്ട് ആ തലയണയിൽ തന്നെ തലവെച്ച് കിടക്കുകയാണ് കുട്ടി. ആ കിടത്തത്തിൽ തന്നെയാണ് കുട്ടി പറയുന്നത്, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ. എന്നെ ഉറക്കമാകുന്ന മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും. വ ഇലൈഹിൻ നുശൂർ എന്നവിടെ പറയുന്നുണ്ട്. വ ഇലൈഹിൻ നുശൂർ എന്താ? വ ഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ മടക്കവും, വ ഇലൈഹിൻ നുശൂർ, അവനിലേക്ക് തന്നെയാണ് എൻ്റെ മടക്കവും എന്നാണ് പറയുന്നത് ആ കുട്ടി. എഴുന്നേറ്റ് ആ കിടത്തത്തിൽ നിന്ന് ഉണർന്ന ഉടനെ ആ കുട്ടി പറയുന്നത്. എന്നിട്ട് ആ കുട്ടി എണീറ്റു. ജലസ, അവന് അല്പസമയം ജലസ ഇരുന്നു. അലൽ ഫിറാഷി, ബെഡിലിരുന്നു. ഫിറാഷ് എന്താണ്? ബെഡിലിരുന്നു. ബുർഹത്തൻ, അല്പസമയം. വഖാമ, എന്നിട്ട് അവൻ എഴുന്നേറ്റു. വഖാമ എന്ന് പറഞ്ഞാൽ അവൻ എഴുന്നേറ്റു. വദഖല ഫിൽ ഖലാഇ, അവൻ ഖലായിലേക്ക് പ്രവേശിച്ചു. എങ്ങനെയാണ് പ്രവേശിച്ചത്? മുഖദ്ദിമൻ ദിജ്ലഹുൽ യുസ്ര, വലത്തെ കാൽ മുന്തിച്ചു കൊണ്ട്
അവൻ ഖലായിലേക്ക്, മൂത്രപ്പുരയിലേക്ക്, അല്ലെങ്കിൽ കക്കൂസിലേക്ക്, തണ്ടാസിലേക്ക്, അങ്ങനെ പലതും അതിന് പറയും. ബാത്റൂമിലേക്ക് എന്നാണ് നമ്മൾ പൊതുവേ പറയുന്ന വാക്ക്. ബാത്റൂമിലേക്ക് പ്രവേശിച്ചു. എന്തിനാണ് ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓഹുവ അവൻ യഖൂലു പറഞ്ഞു, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബാഇസി. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവേശിക്കുന്നു, തീർച്ചയായിട്ടും അഊദു ബിക ഞാൻ കാവലിനെ, അള്ളാഹുവെ നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു, മിനൽ ഖുബുസി വൽ ഖബായിസി, ആൺപിശാചിയെ തൊട്ടും പെൺപിശാചിയെ തൊട്ടും, ആൺപിശാചിയെ തൊട്ടും പെൺപിശാചിയെ തൊട്ടും നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടി അങ്ങോട്ട് പ്രവേശിക്കുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, മനസ്സിലാക്കാൻ നമുക്ക്. ആൺപിശാചി ഉണ്ട്, പെൺപിശാചി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ വഴി തെറ്റിക്കുന്ന പിശാചിക്കളാണ്. അതുകൊണ്ട് ജിന്ന് വർഗത്തിൽപ്പെട്ടവരെയാണ് പിശാചിക്കൾ കേട്ടോ. അതിൽപ്പെട്ട ആ പിശാചിക്കളാണ് ഈ പറഞ്ഞ പിശാചിക്കൾ. അപ്പോൾ അവർ മൂത്രപ്പുരയിൽ ഉണ്ടാകും. മൂത്രപ്പുരയിൽ എന്നല്ല, നമ്മൾ എവിടേക്ക് നല്ലതല്ലാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ എവിടേക്ക് തിരിയുമ്പോഴും അവർ നമ്മളെ വഴി തെറ്റിക്കുവാൻ വേണ്ടി അവിടെ ഉണ്ടാവും, നമ്മളെ പേടിപ്പെടുത്തുവാൻ വേണ്ടി അവിടെ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങോട്ട് കയറുമ്പോൾ ചൊല്ലേണ്ടതാണ് അത് എന്ന് ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രവേശിച്ചു. എന്നിട്ട് വഖള ഹാജത്തഹു, അവൻ്റെ ആവശ്യം അവൻ നിർവഹിച്ചു. വഖള എന്ന് പറഞ്ഞാൽ നിർവഹിച്ചു, ഹാജത്തഹു ആവശ്യം, അവൻ്റെ ആവശ്യം അവൻ അവിടെ നിർവഹിച്ചു. മൂത്രപ്പുരയിൽ അല്ലെങ്കിൽ തണ്ടാസിൽ അല്ലെങ്കിൽ ബാത്റൂമിൽ. ഓ ഖറജ അവൻ പുറപ്പെട്ടു, മിനൽ ഖലാഇ മൂത്രപ്പുരയിൽ നിന്ന് അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്ന്, മുഖദ്ദിമൻ റിജ്ലഹുൽ യുംന വലത്തെ കാൽ മുന്തിച്ചുകൊണ്ട്, ഓഹുവ അവൻ യദുക്കുറുല്ലാഹ അള്ളാഹുവിന് ദിക്ർ ചൊല്ലിയിരുന്നു, അസ്സ വജല്ല മഹത്വപ്രതാപിയായ അള്ളാഹുവിൻ്റെ ബിൽ അദ്കാരി അള്ളാഹുവിൻ്റെ ദിക്ർ അസ്സ വജല്ല. അപ്പോൾ ഓഹുവ അവൻ യദുക്കുറുല്ലാഹു അസ്സ വജല്ല ബിൽ അദ്കാരി അള്ളാഹുവിൻ്റെ മഹത്വപ്രതാപിയായ അള്ളാഹുവിൻ്റെ ബർക്കത്ത് അള്ളാഹുവിൻ്റെ ദിക്ർ അവൻ ചൊല്ലിയിരുന്നു. അല്ലത്തി തഅല്ലമഹ ഏത് വിധത്തിലാണ് അവൻ ചൊല്ലിയത്? അവൻ പഠിച്ചതുപോലെ. അല്ലത്തി തഅല്ലമഹ മിനസ് സൊഫി റാബി 4ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചതുപോലെയാണ് അവൻ ചൊല്ലിയത്. അപ്പോൾ ഇനി ഇത് നിങ്ങൾ അതേമാതിരി തന്നെ ഇങ്ങോട്ട് അർത്ഥം വെച്ച് പഠിക്കാം. പിന്നെ ഇനി പാഠത്തിൻ്റെ അപ്പുറത്തെ പേജ് മറിച്ചാൽ നിങ്ങൾക്ക് കാണാം, യഖില ഉണർന്നു, കാല പറഞ്ഞു, അതുപോലെ അഹ്യ ജീവിപ്പിച്ചു, അമാത്ത മരിപ്പിച്ചു, ജലസ ഇരുന്നു, കാമ എണീറ്റു, ദഹല പുറപ്പെട്ടു, ഖല നിർവഹിച്ചു, ഖറജ പുറപ്പെട്ടു, പ്രവേശിച്ചു, ഖറജ പുറപ്പെട്ടു, ദഹല പ്രവേശിച്ചു, ഖറജ പുറപ്പെട്ടു. തഅല്ലമ പഠിച്ചത്, അവൻ പഠിപ്പിച്ചു, പഠിച്ചതുപോലെ ഹാദിഹിൽ അഫ്ആലു ഹാദിഹി അഫ്ആലു മാദിയ, ഈ പറഞ്ഞ ഫിഅലുകളെല്ലാം മാദിയാണ്. ഹാദിഹി അഫ്ആലും ഈ പ്രവർത്തികളൊക്കെ മാദിയാണ്. എന്താ മാദി എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞു പോയ പ്രവർത്തികളാണ്. അവന് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു, പിന്നെ എന്നിട്ട് ബാത്റൂമിലേക്ക് പോയി, ബാത്റൂമിൽ നിന്ന് അവൻ തിരിച്ചു പോരുമ്പോൾ പിന്നെ ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലി, 4ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചതുപോലെ ചൊല്ലി. ഇതൊക്കെ എന്തായിരുന്നു? ഇതൊക്കെ മാദിയായ ഫിഅലായിരുന്നു ഈ ചൊല്ലിയതൊക്കെ കേട്ടോ. അതുപോലെ തന്നെ ചില വാക്കർത്ഥങ്ങൾ അതിൻ്റെ താഴത്തും കൂടിയുണ്ട്. യഖൂലു ചൊല്ലുന്നു അല്ലെങ്കിൽ പറയുന്നു എന്നൊക്കെ പറയാം. യദ്കുറു ദിക്ർ, അഫ്ആലും മുദാരി. യഖൂലു ചൊല്ലുന്നു, യദ്കുറു ദിക്ർ ചൊല്ലും എന്നാണ്. യദ്കുറു ദിക്ർ ചൊല്ലും. അഫ്ആലുൽ മുദാരി ഇതെന്താണ്? മുദാരിയായ ഫീലാണ്. യഖൂലു എന്ന് പറഞ്ഞാൽ അവനും പറയും, യദ്കുറു അവൻ ചൊല്ലും, ദിക്ർ ചൊല്ലും, ദിക്റിനെ ചൊല്ലും എന്ന് പറയുന്നത് രണ്ടും എന്താണ്? ഇത് രണ്ടും മുദാരിയായ ഫിഅലാണ് ഇത് രണ്ടും.
ഇനി മാളി മുളാരിയായ ചില ഫേലുകൾ നമുക്ക് പരിചയപ്പെടാം. ഖറഅ വായിച്ചു, ഖറഅ വായിച്ചു, യഖ്റഉ അവൻ വായിക്കുന്നു അല്ലെങ്കിൽ വായിക്കും, ജലസ അവൻ ഇരുന്നു, യജ്ലിസു അവൻ ഇരിക്കുന്നു അല്ലെങ്കിൽ ഇരിക്കും, അബദ അവൻ ആരാധിച്ചു, യഅ്ബുദു അവൻ ആരാധിക്കുന്നു അല്ലെങ്കിൽ ആരാധിക്കും എന്നും പറയാം. അമാത്ത അവൻ മരിച്ചു അല്ലെങ്കിൽ മരിപ്പിച്ചു, യുമീത്തു അവൻ മരിപ്പിക്കുന്നു, അഹ്യ അവൻ ജീവിപ്പിച്ചു, അവൻ യുഹ്യി അവൻ ജീവിപ്പിക്കുന്നു, തഅല്ലമ അവൻ പഠിച്ചു, യതഅല്ലമു അവൻ പഠിക്കുന്നു അല്ലെങ്കിൽ പഠിക്കും, ഷറഫ അവൻ ശ്രേഷ്ഠനായി ശ്രേഷ്ഠനാക്കി, ഷറഫ അവൻ ശ്രേഷ്ഠനാക്കി, യുഷറഫു അവൻ ശ്രേഷ്ഠനാക്കും, തൊലഅ അത് ഉദിച്ചു, യതുലഉ അത് ഉദിക്കുന്നു, വജബ നിർബന്ധമായി, യജിബു നിർബന്ധമാകും, ഖാല അവൻ പറഞ്ഞു, യഖൂലു അവൻ പറയും, ഹയാഉൻ അവൻ വന്നു, ജാഅ അവൻ വന്നു, ജാഅ ഹയ അല്ല ജാഅ അവൻ വന്നു, യുജിഉ അവൻ വരുന്നു അല്ലെങ്കിൽ വരും, യുജിഉ അവൻ വരും അല്ലെങ്കിൽ വരുന്നു. ഇത് മുളാരി ആയതാണ്, വന്നിട്ടില്ല, വരും എന്നതാണ്. ആദ അവൻ കാവൽ തേടി, യഊദു അവൻ കാവൽ തേടുന്നു അല്ലെങ്കിൽ തേടും, ഖള അവൻ നിർവഹിച്ചു, യഖ്ളി അവൻ നിർവഹിക്കും അല്ലെങ്കിൽ നിർവഹിക്കുന്നു, ഖറജ അവൻ പുറത്തു വന്നു, യഖ്റുജു അവൻ പുറപ്പെടും അല്ലെങ്കിൽ പുറപ്പെടുന്നു. ഇങ്ങനെയാണ്. ദഹബ ഹമീദും ഇലൽ മദ്രസത്തി, ഹമീദ് മദ്രസയിലേക്ക് പോയി. ആഷൻ നബിയു ഫിൽ മദീനത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ അശറ സിനീന 10 കൊല്ലം താമസിച്ചു, 10 കൊല്ലം താമസിച്ചു. ഹഫറ ജിബ്രീലു ബിഇറ സംസം, ജിബ്രീൽ അലൈഹിസ്സലാം സംസം കിണർ കുഴിച്ചു. ഇഷ്തറ അബി മിന്ദീലൻ, എൻ്റെ പിതാവ് ടവൽ വാങ്ങി. അദ്ദനൽ മുഅദ്ദിനു ലി സ്വലാത്തിൽ ഫജ്രി, സുബഹി നമസ്കാരത്തിന് വേണ്ടി മുഅദ്ദിൻ ബാങ്ക് വിളിച്ചു. അദ്ദനൽ മുഅദ്ദിനു, മുഅദ്ദിൻ ബാങ്ക് വിളിച്ചു, ലി സ്വലാത്തുൽ ഫജ്രി സുബഹി നിസ്കാരത്തിന് വേണ്ടിയിട്ട്. സുബഹി നിസ്കാരത്തിന് വേണ്ടി മുഅദ്ദിന്, അതായത് മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മുക്രി ബാങ്ക് വിളിച്ചു എന്നാണ് പറയുന്നത്. യദ്ഹബു അബി ഇല സൂഖി, യദ്ഹബു അബി ഇല സൂഖി, എൻ്റെ പിതാവ് മാർക്കറ്റിൽ പോകുന്നു അല്ലെങ്കിൽ പോവും. ഇതെന്താണ്? മുളാരിയാണ് കേട്ടോ, മാളിയല്ല, മുളാരിയാണ്. വരാൻ പോകുന്ന, പിതാവ് പോയിട്ടില്ല, പിതാവ് ഇപ്പോൾ ഒരുങ്ങുന്നുള്ളൂ, വീട്ടിലുണ്ട്. ആ പിതാവ് ഒന്നുകിൽ മാർക്കറ്റിലേക്ക് പോവും അല്ലെങ്കിൽ പോകുന്നു എന്ന്. യൽബസു നൗഫലും ബിദ്ലത്തൻ റംസിയത്തൻ, നൗഫൽ യൂണിഫോം ധരിക്കുന്നു അല്ലെങ്കിൽ ധരിക്കും. ഇതും മുളാരിയാണ്, യൽബസു ആണല്ലോ, ധരിക്കും എന്ന്. യുസല്ലിമുൽ ഉസ്താദു അലൽ ഔലാദി, ഉസ്താദ് കുട്ടികളോട് സലാം പറയും. അൽ അബു യർഹമു ഉൽ ഔലാദു, പിതാവ് കുട്ടികളോട് കരുണ കാണിക്കുന്നു അല്ലെങ്കിൽ കരുണ കാണിക്കും. ഇതൊക്കെ മുളാരിയായ ഫീലാണ്. ഇൻഷാ അല്ലാഹ് 5ാം ക്ലാസ്സിലേക്കുള്ള മറ്റ് പാഠങ്ങളൊക്കെ ഇതേമാതിരി വിടുന്നതാണ്. നിങ്ങൾ ഇതിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കുക, നമ്മുടെ ഗ്രൂപ്പിൽ നിന്നും കൂടുതൽ മനസ്സിലാക്കുക. യൂട്യൂബിൽ നിന്ന് നമുക്ക് മദ്രസയിൽ അധികം സമയം കിട്ടാത്തതിനാലാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹു തആല അറിവ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.